കട തുടങ്ങിയിട്ട് 10-80 വർഷം. 80 വർഷം കഴിഞ്ഞു. അപ്പോഴും ഇങ്ങനെ വിറകടുപ്പില് ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? എന്തൊക്കെയാ രാവിലെ കിട്ടണേ? രാവിലെ ദോശ, ചമ്മന്തി, രസവട, പപ്പടം, പുട്ട്. അല്ലാതെ നമുക്ക് മുട്ട, മീനറച്ചി ഒന്നുമില്ല അല്ലേ? വെജിറ്റേറിയൻ മാത്രമാണ്. ഇവിടെ എല്ലാരും ഈ മുളക് ചോദിക്കും അല്ലേ? എല്ലാവർക്കും വേണം. പക്ഷെ അത് വേറെ കടയിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മ ഉപ്പിട്ട് വറക്കുന്ന വറ്റൽമുളക് തന്നെയല്ലേ? വറുത്ത് വെള്ളത്തിലിട്ട് ഉപ്പ് പാരിയിട്ട്. പുട്ടൊക്കെ എത്ര രൂപയ്ക്കാ കൊടുക്കണേ? പുട്ട് 15, പുട്ട് 15, ദോശ 5, വട 10. ഇതാണെങ്കിൽ പുട്ട് 15, രസവട 10, 2 പപ്പടം 10 രൂപ കേട്ടോ. ഇങ്ങനെ ഒരു പ്ലേറ്റ് ആണെങ്കിൽ 35 രൂപ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലാണ്. ഇത് പുളിയറക്കോണം വെള്ളൈക്കടവ് പുളിമൂട് എന്നാണ് പറയുക. ഗിരിജാമ്മയുടെ ചായക്കട, അങ്ങനെ പേരൊന്നുമില്ല. ഒരു ചെറിയൊരു പഴയ വീടാണ്. അവരിപ്പോൾ കടയായിട്ട് നടത്തുക. ഒരുപാട് വർഷം, എനിക്ക് തോന്നുന്നു 10, 75, 80 വർഷത്തോളം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ്. എന്നാൽ ഒരുപാട് സംഗതിയില്ല. പുട്ട്, ദോശ ഇപ്പോഴും 5 രൂപയ്ക്കൊക്കെയാണ് ദോശ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയേണ്ടത് മുട്ട പോലും ഇല്ല. അപ്പോൾ പക്ക വെജാണ്. അങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷമാണ്. നമ്മളെ വീഡിയോയിൽ കുറേ പേര് വന്ന് ഇങ്ങനെ കമൻറ്റ് ഇടും കേട്ടോ. എപ്പോഴും ഇറച്ചിയും മീനും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ കഴിക്കണേന്ന്. അങ്ങനെ മാത്രമല്ല, നമ്മൾ ഒരുപാട് വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതറിയണമെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ വെജ് കഴിക്കണവർക്ക് ഇപ്പോൾ അറിയണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. പുളിശ്ശേരി എന്തോന്നു അല്ലേ ഒഴിച്ചിട്ടുണ്ട്. വെള്ളരിക്ക കൂട്ടിയ പുളിശ്ശേരി. ഇതെന്നാന്നറിയോ? പഴങ്കഞ്ഞി വെള്ളം. ഇത് കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട് അത്ര ഇവിടെ. പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടേ. ദോശയുടെ കൂടെ ചായയും ചൂടുവെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതുപോലെ കഞ്ഞിവെള്ളം, അതും പഴങ്കഞ്ഞിയുടെ വെള്ളം കുടിക്കണ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ അച്ചാറ് ചേർക്കും, മോരുകറി ചേർക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് കുടിച്ചു ചേട്ടനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഇത് കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട് അത്ര. അവരിതിന് പറയും ഇവിടുത്തെ ബൂസ്റ്റ് എന്നാണ് പറയുന്നത്. ഇത് ഓട്ട് ക്ലാസ് ആണ് അല്ലേ? ഇത് അച്ഛനുള്ള അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണല്ലേ? ചെമ്പുണ്ടായിരുന്നു, അത് പൊത്തു. ഇവിടെ ചായക്കാണെങ്കിൽ മറ്റേ പാക്കറ്റ് പാലല്ല, ഇവിടെ സൊസൈറ്റി ഉണ്ട്. അപ്പോൾ പോയി മേടിച്ചു വന്നിട്ട് പശുവും പാൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതാ എൻ്റെ സ്പെഷ്യൽ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ അതാണ് നോക്കിയ രസവട ഉണ്ടോന്ന് കണ്ട. അമ്മ ഇപ്പോൾ കട തുടങ്ങിയിട്ട് 27 കൊല്ലം. അതിന് മുമ്പെയോ? അമ്മ അച്ഛൻ. അവരെത്ര വർഷം? അവര് കട തുടങ്ങിയിട്ട് 10-80 വർഷം. 80 വർഷം കഴിഞ്ഞു. ഇവിടെ ഒരു സ്പെഷ്യല് ഈ മുളക് വറുത്തതാണ്. അല്ലാതെ നമുക്ക് മുട്ട, മീനറച്ചി ഒന്നുമില്ല അല്ലേ? വെജിറ്റേറിയൻ മാത്രമാണ്. അമ്മ എത്ര മണിക്ക് ഇവിടെ വരും? 4 മണിക്ക്. ചായയൊക്കെ ആവുമ്പോ 6 മണിക്ക് കട തുറക്കും. കട തുറക്കും. അപ്പൊ ഇതൊക്കെ ആവും, ദോശയൊക്കെ ആവും അല്ലേ? ഇനി എപ്പോഴാണ് അടച്ചിട്ട് പോവാ? ഇനി 11:30 ആകുമ്പോൾ പറയും. വൈകുന്നേരം ഉണ്ട് 3:45 ആകുമ്പോൾ തുറക്കും. ചായ, വടയും ചായ. അപ്പൊ ദോശയൊന്നുമില്ല? ഇല്ല. ഞായറാഴ്ച ദിവസം ഉണ്ടാ? ഞായറാഴ്ച ദിവസം ഉച്ച വരെ, വൈകുന്നേരം ഇല്ല. 2 എണ്ണം മതി. ചമ്മന്തി അപ്പുറം ഉണ്ടല്ലോ അല്ലേ? രണ്ട് പപ്പടം ഇരിക്കട്ടെ. അപ്പോൾ അതേ കണ്ട 2 ദോശയും 2 പപ്പടവും കൂടെ ചേർത്ത് 20 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ രസവടയുണ്ട്. ഈ മുളക് ഇതിൻ്റെ കൂടെ എല്ലാവരും എടുക്കണമുണ്ടോ? അപ്പോൾ ഞാനും അത് കാരണം മുളക് എടുത്ത് നോക്കാൻ പറ്റും. രസവട ഇല്ലാതെ ദോശ ശരിയാവില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഇങ്ങനെ കമൻ്റ് ഇട്ടേ, അത് ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഒരു സാധനം അറിയാത്ത ആരുമാണ്. അതായത് ഞാൻ എവിടെ പോയാലും രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും രാത്രി ആയാലും പപ്പടം കഴിക്കുമെന്ന് പറയട്ടെ. ഞാൻ എവിടെ പോയിട്ട് എനിക്കൊരു പപ്പടം കാച്ചി തരുമെന്ന് ചേച്ചി ഭീഷണിപ്പെടുത്തി മേടിക്കുന്നതല്ല. ഇവിടെ എങ്ങനെയാണ്? ഇപ്പോൾ രാവിലെ പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും ഇവിടെ തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ പപ്പടം കഴിക്കും. ഉച്ചയ്ക്ക് കൊണ്ട് കൂടെ പിന്നെ ഉണ്ടല്ലോ. പിന്നെ രാത്രിയും ഈ ദോശ രസവടയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ പപ്പടം ഉണ്ട്. അല്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി 2 പപ്പടം കാച്ചി തരുമെന്ന് പറയുന്നതല്ലോ. ഇവിടെ എല്ലാ കടയിലും വലിയ ബക്കറ്റിൽ വലിയ ബക്കറ്റിൽ പപ്പടം കാച്ചി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരത്തായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ പപ്പടം കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഒരു പപ്പടമെങ്കിലും കഴിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവിടെ ആണെങ്കിൽ വരുന്ന ആളുകളൊക്കെ പിന്നെ സ്വന്തമായിട്ട് ദോശ എടുക്കും, എല്ലാം കഴിക്കും, പാത്രം എടുത്ത് വയ്ക്കും, എല്ലാം ചെയ്യട്ടെ. കാരണം അമ്മ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. പിന്നെ നാട്ടിലുള്ള ആളുകളാണ്, പരിചയക്കാരാണ്, ബന്ധുക്കളാണ്, ഒക്കെ വരുന്നവരും അങ്ങനെയാണ്. ഇങ്ങനെ ഒരു കട മാതിരിയല്ല, വീട് പോലെ. അങ്ങനെ ഉണ്ടാക്കുന്നതായാലും അതിൽ 2 അമ്മമാർ.
നമ്മുടെ ഫേവറേറ്റാണ് രസവട. ഇപ്പോഴും രസവട എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകളുണ്ട് കേട്ടോ. ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും എന്താണ് സംഭവം. നമ്മളെ വീഡിയോ എനിക്കുള്ളൊരു 10-20 വീഡിയോയിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് രസവട. സൂപ്പറാ. ഒട്ടും പുളിയില്ലാത്ത ദോശ, നല്ലൊരു രസവട. ദോശയുടെ കൂടെ ചായയും ചൂടുവെള്ളമൊക്കെ കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇതുപോലെ കഞ്ഞിവെള്ളം, അതും പഴങ്കഞ്ഞിയുടെ വെള്ളം കുടിക്കണ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. അതിനകത്ത് ചിലപ്പോൾ അച്ചാറ് ചേർക്കും, മോരുകറി ചേർക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് കുടിച്ചൊരു ചേട്ടനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇങ്ങനൊരു സംഗതി ഉണ്ട്, ഇത് കുടിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളുണ്ട് അത്ര. അവരിതിന് പറയും ഇവിടുത്തെ ബൂസ്റ്റ് എന്നാണ് പറയുന്നത്. നല്ല രസം കേട്ടോ. നല്ല രസം എന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പ്, തലേന്ന് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കണതല്ലേ, അതിൻ്റെ ഒരു തണുപ്പ്, പിന്നെ ആ മോരുകൂട്ടാൻ്റെ ഒരു സ്വാദ്, ചെറിയൊരു ഉപ്പ്, എല്ലാം കൂടെ. അടിപൊളി. അപ്പം എൻ്റെ മുളക് മാത്രം ഇവിടെ വെച്ചു കൂട്ടാം, കാരണം ഇച്ചിരി നല്ല എരിവുണ്ട്, എനിക്കതുകൊണ്ട് പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ തുമ്പ് മാത്രം കടിച്ചിട്ട് ഇവിടെ വെച്ചു. എല്ലാവരും മുളക് കൂട്ടിയിട്ടാണ് കഴിക്കണം. ഇവിടെ നമ്മൾ ഒരുപാട് നാട്ടുപുറത്ത് ആയിട്ടുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള സാധാരണക്കാരായിട്ടുള്ള കുറേ മനുഷ്യരാണ് ഇവിടെ വരിക. അതിൽ പലരും നമ്മളെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അതും ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തു പറയുകയാണ്, തിരുവനന്തപുരത്ത് ഈ പ്രദേശത്തൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ അതെല്ലാം കാണുന്ന ആളുകളാണെന്ന് പറഞ്ഞ് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. പിന്നെ നമ്മൾ ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് തിരക്ക് തുടങ്ങുന്ന സമയമായി. ഇപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് വരുമ്പോൾ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. അപ്പോൾ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുളിയറക്കോണം പോണ വഴിയിൽ പുളിമൂട് എന്നാണ് ഈ സ്ഥലത്തിന് പറയാം.